2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഭൂട്ടാനിലേക്ക് തിരിച്ചു. ഭൂട്ടാൻ രാജാവിന്റെ 70ാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കും. ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് വികസിപ്പിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, രാജ്യം സ്ഫോടനത്തിൽ നടുങ്ങി നിൽക്കുന്ന ദിവസമാണ്. പക്ഷേ നേരത്തെ നിശ്ചയിച്ചതായിരിക്കാം ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം, അല്ലേ? ഉറപ്പായും നരേന്ദ്രമോദി ഈ യാത്ര പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അങ്ങനെ ചില അഭ്യൂഹങ്ങളും വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഏതായാലും നേരത്തെ മുൻനിശ്ചയിച്ചിരുന്നാൽ ഇപ്പോൾ മാറ്റമില്ല സന്ദർശനത്തിൽ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. 8 മണിക്ക് തന്നെ ഭൂട്ടാനിലേക്ക് പ്രധാനമന്ത്രി തിരിച്ചിട്ടുണ്ട്. 2 വളരെ പ്രധാനപ്പെട്ട പരിപാടികളാണ്. ഭൂട്ടാനിലെ 4ാമത്തെ രാജാവ് ജിഗ്മേ സിംഗ്യെ വാങ്ചുകിന്റെ 70ാമത് ജന്മദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയുടെ യാത്ര. ഒപ്പം ഇതുകൂടാതെ 1020 മെഗാവാട്ടിന്റെ ജലവൈദ്യുത പദ്ധതി, അത് ഇന്ത്യയും ഭൂട്ടാനും സഹകരണത്തോടെ നിർമ്മിച്ച പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി കൂടി സംയുക്തമായി നിർവഹിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ യാത്ര മാറ്റിവെക്കുമെന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മാറ്റമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. 8 മണിക്ക് തന്നെ പ്രധാനമന്ത്രി യാത്ര തിരിച്ചിട്ടുണ്ട് ഭൂട്ടാനിലേക്ക്. അരുൺ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയുള്ളത്, പ്രിയപ്പെട്ട